വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നല്ലൊരു 8 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലം, ഈ കാണുന്ന കാപ്പിത്തോട്ടമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഇതിനകത്ത് കൂടുതലും വരുമാനമായിട്ടുള്ളത് കാപ്പിയാണ്. കാപ്പി കൂടാതെ മറ്റു വരുമാനങ്ങളും ഈ സ്ഥലത്തുണ്ട്. കവുങ്ങ്, അതേപോലെ തന്നെ കവുങ്ങ് അത്യാവശ്യം നല്ല തോതിൽ തന്നെയുണ്ട്. പിന്നെ വളരെ ചെറിയ തോതിൽ കുരുമുളക് ഈ സ്ഥലത്തുണ്ട്. അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലമാണ്. നല്ല നിരന്ന സ്ഥലമാട്ടോ, നല്ല നിരന്ന സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. എന്തൊരു തോട്ടമാണ്, നല്ല അടിപൊളി ഒരു തോട്ടമാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് വെക്കുവാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്, വീടിന് അനുയോജ്യമായിട്ടുള്ള സൂപ്പർ സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിലാണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ തൊട്ടടുത്തായി എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളൊക്കെയുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കൽപ്പറ്റ ടൗണിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗംഭീര സ്ഥലം തന്നെയാണിത്. നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. ഇതിന്റെ തൊട്ടടുത്തായി നല്ല നല്ല വീടുകളെല്ലാം ഉണ്ട്. ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലമാണ്, നിരന്ന സ്ഥലമാണ്, ലെവൽ ലാൻഡാണ്. ഈ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയലിന്റെ കാഴ്ച, അതേപോലെ തന്നെ നല്ല മലകളുടെ കാഴ്ചയെല്ലാം കാണുവാൻ കഴിയുന്നുണ്ട്. മലകളുടെ കാഴ്ച ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നല്ലൊരു അടിപൊളി സ്ഥലം, ഗംഭീര സ്ഥലമാണ്. നമ്മളിപ്പോ പോകുന്നത് വഴിയാട്ടോ. ഈ വഴിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലം നമ്മുടേതല്ല, ഈ റൈറ്റ് സൈഡിലേക്ക് ഉള്ള സ്ഥലമാണ്. ഈ 8 ഏക്കറിൽ വരുന്ന സ്ഥലം കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം. നല്ല സൂപ്പർ സ്ഥലം, നല്ല വരുമാനം ലഭിക്കുന്ന ഒരു ഇടിവെട്ട് സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയൂട്ടോ. ഇനി ഈ കാണുന്ന സ്ഥലവും നമ്മുടേതാണ്. ഈ കാണുന്ന സ്ഥലം, ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്ന ഈ സ്ഥലം നമ്മുടേതാണ്. മൊത്തത്തിൽ 8 ഏക്കർ സ്ഥലമുണ്ട്. ഒരു ന്യായവിലയ്ക്ക് നമുക്ക് ഈ സ്ഥലം വാങ്ങുവാൻ കഴിയും. ഒരു ന്യായമായ ഒരു വിലക്ക് നമുക്ക് ഈ സ്ഥലം വാങ്ങുവാൻ കഴിയും. നല്ല വീട് മുറിച്ച് വിൽക്കുകയാണെങ്കിൽ തന്നെ നല്ല വിലക്ക് വിൽക്കാൻ കഴിയും. മുറിച്ച് വിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സെന്റിന് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന പ്ലോട്ടാണിത്. വീടിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അതും കൽപ്പറ്റ ടൗണിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ ഇടിവെട്ട് സ്ഥലം കണ്ടോ. ലെവൽ ലാൻഡ് അല്ലേ, ലെവൽ ലാൻഡാണ്. നിരന്ന സ്ഥലമാണ്, നിരന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തോട്ടക്കാരന് ഒരു 8-10 ഏക്കർ തോട്ടമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ബെറ്റർ ആണ്. ഇതിന്റെ നടുക്കൊക്കെ ഒരു ബംഗ്ലാവൊക്കെ പണിയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. വയനാടിന്റെ യഥാർത്ഥ ക്ലൈമറ്റ് ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാട്ടോ. രാവിലെ നേരങ്ങളിലൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. ഇതിന്റെ നടുക്കൊക്കെ ഒരു വീടൊക്കെ പണിയുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലുള്ള ശുദ്ധവായു ശ്വസിച്ച് യാതൊരുവിധ പൊല്യൂഷനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം വേറൊന്നാണ്. അതിന് പറ്റിയൊരു സ്ഥലമാണ്. ഒരു സെന്റിന് നമുക്കൊരു 50,000 രൂപയ്ക്ക് കിട്ടും. ഒരു സെന്റിന് 50,000 രൂപയ്ക്ക് ഈ സ്ഥലം കിട്ടും. 55 ഇതിന്റെ ഓണർ ചോദിച്ചത്. ഒരു സെന്റിന് 50,000 രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത്. 50,000 രൂപയ്ക്ക് ഒരു സെന്റ്, ഒരു ഏക്കർ 50 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും കൂടെ ഇരുന്ന് സംസാരിച്ച് മാക്സിമം മീഡിയേറ്റർ എന്ന നിലയ്ക്ക് ഇതിലും മാക്സിമം ഒന്നും കൂടെ വില കുറച്ച് മേടിച്ച് തരാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നല്ല ശ്രമമുണ്ടാകും. അപ്പോൾ ആവശ്യക്കാരായ ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ, ഒരു 8-10 ഏക്കറൊക്കെ നോക്കുന്ന ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. വാങ്ങിക്കോളൂ.
ഒന്നും കൊണ്ടും പേടിക്കേണ്ടതില്ല. മാർക്കറ്റ് കൂടുന്ന ഏരിയ ആണ്, വില കൂടുന്ന ഏരിയ ആണ്. മുറിച്ച് വിറ്റാൽ 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു സെന്റ് വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലം ഒരു 50,000 രൂപ കിട്ടണം എന്നാണ് ഓണർ പറയുന്നത്. 55 ചോദിക്കുന്നത്. നമുക്ക് ഇരുന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് മേടിച്ച് തരാൻ ഞങ്ങൾ ശ്രമിക്കാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമമുണ്ടാകും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.